ഡിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് അതൊരു ജനറൽ കാറ്റഗറിയാണ്, അതൊരു മെഡിക്കൽ ടേമാണ്. അപ്പം മെഡിക്കലായിട്ട് ആ വിഷയം അറിഞ്ഞുകൂടാതിരിക്കുമ്പം ആ രോഗമില്ലായിരുന്നു എന്ന് ധരിച്ചിരിക്കരുത്. വലിയ ഡിപ്രഷൻ ബാധിക്കുന്ന സമയത്ത് നമ്മൾ ആ പള്ളിയിലോ അമ്പലത്തിലോ പോയിട്ട് അവിടുന്ന് മാറാതെ അവിടെ തന്നെ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ആൾക്കാർ പറയും അവർക്ക് ഭ്രാന്താണ്, എന്താണ് അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല, ജടയൊക്കെ പിടിച്ച് ഒക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, നഖം ഒക്കെ വളർന്ന് കുളിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന അവർ ഭക്തിയുടെ പാരമ്യമായിട്ട് അതിനെ കണ്ടിരുന്നത്. പക്ഷെ നല്ല ഡിപ്രഷനുള്ളവരവർ എന്നാൽ അത് അങ്ങനെ അറിയില്ല. അത് ഇതുപോലെ ക്യാൻസർ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ക്യാൻസർ എന്ന് പറയുന്ന പണ്ട് ആൾക്കാർക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, പണ്ട് ക്യാൻസർ ഉണ്ട്. പക്ഷെ അന്ന് ഇപ്പോൾ വയറിനകത്തോ ഒക്കെ ഉണ്ടാകുന്ന അത് ഒരിക്കലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്ന ഒരു രോഗമില്ലായിരുന്നല്ലോ. അപ്പോൾ വയറിനകത്ത് മഹോദരം, വയറ് വീർത്ത് വരുന്നതായിട്ട്, അപ്പോൾ അതിന് പലതരത്തിലെ കാരണങ്ങളുണ്ട് വയറ് വീർക്കാം. പക്ഷേ ക്യാൻസറെല്ലാം വയറിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ അതൊന്നും അന്നറിയില്ല. അന്ന് മുറുക്കിയിട്ട് അതിന് ചെള്ളക്ക് ക്യാൻസർ വരും. കവിള് വാർത്തെന്നായിരുന്നു അതിൻ്റെ പേര്. കവിള് വാർപ്പ് വായിക്കകത്ത് വ്രണം വരുന്നതായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അത് മുല അഴുകി പോകുന്നുവെന്ന് മാത്രമായിരുന്നു പറയുന്നത്. അപ്പോൾ രോഗത്തിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലായിരുന്നെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ഉണ്ട്. അത് പല കഷ്ണങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഇതിലാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നത് പോലെയാണ് നമ്മൾ ഈ ഡിപ്രഷനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എന്താണ് ദുഃഖത്തിൻ്റെ അവസ്ഥയാണ്. ദുഃഖം ശരിക്കും പറഞ്ഞാൽ ആഴത്തിൽ നമ്മളെ ബാധിച്ച് നമുക്ക് മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിയാതെ തൂങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുക, മുറിക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുക, ഇങ്ങനെ പറയുന്ന അവസ്ഥകളൊക്കെ മനുഷ്യർക്ക് പണ്ടുണ്ട്. അന്ന് ഈ ഭക്തിയുടെ ലോകത്ത് ഒത്തിരി ഇതങ്ങ് പോവും. അമ്പലത്തിലായാലും പള്ളിയിലൊക്കെ ആയാലും നിരന്തരം അവർ അവിടെ നിന്ന് ഇറങ്ങാതെ, അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും പറയും ഈ അമ്മയും ഒക്കെ എന്തിനാണ് എത്ര അവിടെ നിന്ന് ഇറങ്ങത്തില്ല എന്ന് പറയും. അപ്പോൾ അവരുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്ര വലിയ ഭക്തിയായിട്ടായിരുന്നു അന്ന് അതിനെ കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച ആൾക്കാർ അത് ആ ഒരു പറയുന്നുണ്ടല്ലോ, ഈ ധ്യാനം കൂടുമ്പോൾ മാറുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്, ദുഃഖം പറയും. ദുഃഖങ്ങൾ പറയുമ്പം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകും. ആ പുറത്തോട്ട് പോകുന്നത് അത് ഗോസിപ്പായിട്ട് പോകത്തില്ലല്ലോ, അത് ദൈവം വേറൊരാളോട് മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ആശ്വാസം കിട്ടും. പക്ഷെ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതായി പോകുന്നത്. അങ്ങനെയാണ്, ഇത് പരിഹരിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് എത്ര പേര് സമ്മതിച്ചു വരും? ആളുകൾ സമ്മതിക്കുന്ന പ്രശ്നം കൊണ്ടല്ലേ, അവർക്ക് വിവരമില്ലാത്ത കാരണം കൊണ്ട് അവർ സമ്മതിക്കത്തില്ല എന്നുള്ളതല്ല. അത് നമ്മളെന്തിനാണ് അതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം? ഇത് കവിള് വാർപ്പാണെന്ന് ഒരാൾ വാശിയോടെ പറഞ്ഞ കാരണം കൊണ്ട് ക്യാൻസർ അല്ലാതാവും. അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ആളുകൾ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾക്ക് വിവരമില്ലാത്ത ആൾക്കാർ പഴയ പോലെ അതിനെ മനസ്സിലാക്കും എന്നുള്ളതല്ല, അത് ഭക്തിയാണ്. എന്ന് കഴിഞ്ഞാൽ നല്ല മാനസിക രോഗമുള്ളവർ തന്നെയാണ് മഹാന്മാരായിട്ടുള്ള 90% പേര്. അവർക്ക് ഈ ഗുഹയിലിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് ബാധിക്കും. അവിടെ ഇരുന്നിട്ട് ലോകത്തിനെ പറ്റിയൊക്കെ ആലോചിച്ചാൽ ചിലർ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി വരുന്നവരുണ്ട്. അപ്പോൾ ഡിപ്രഷൻ മാറി വരുന്നവരാണ് പിന്നെ മനുഷ്യരുടെ മര്യാദയ്ക്കൊക്കെ കുറേ പെരുമാറുന്നവരായിട്ട് ഒക്കെ ചെയ്യുന്നത്. അത് കണ്ടിട്ട് മറ്റുള്ളവരെല്ലാവരും വന്നു എന്ന് വിചാരിക്കരുത്. അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാതായി പോയവന്മാരുണ്ട്. അത് ഹാർഡൻഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ബാധിച്ച മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഈ കുളിക്കാതിരിക്കുക, തല വൃത്തിയാക്കാതിരിക്കുക, നഖമെല്ലാം വളർന്ന്, ഇതെല്ലാം ടിപ്പിക്കൽ ഡിപ്രഷനുള്ള രോഗികളുടെ ലക്ഷണങ്ങളാണ്. അതൊക്കെ ഈ ജീവൻമുക്തൻ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ല രോഗമില്ലാതെയല്ല, അതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡൊന്നും അല്ല. അത് അങ്ങനെ എന്നുള്ള കാരണം കൊണ്ടല്ല. രോഗം ഐഡൻറ്റിഫൈ ചെയ്ത് അതിങ്ങനെ കൗൺസിലിംഗ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറയുമ്പം നമുക്ക് ആ രോഗം, ഇപ്പോൾ ഇൻഫ്ലുവൻസ എന്നുള്ള വാക്ക് പണ്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആകെപ്പാടുണ്ടായിരുന്ന ജലദോഷം എന്നല്ലേ ഉള്ളൂ. നീരിറക്കം എന്ന് പറഞ്ഞാൽ 2 വാക്കേ ഉണ്ടായിരുന്നുള്ളൂ.